पाकिस्तान भारत से कभी सीधी लड़ाई जीत ही नहीं सकता। जब भी सीधी लड़ाई होती है तो बार बार पाकिस्तान को मुंह की खानी पड़ती है। നമസ്കാരം. പഹൽഗാമിൽ നമ്മുടെ സഹോദരിമാരുടെ അമ്മമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് ഒരു മാസം. ആ നരാധമന്മാർ ഉതിർത്ത വെടിയുണ്ടകൾ 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെയാണ് മുറിവേൽപ്പിച്ചത്. ഏപ്രിൽ 22-ന് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 22 മിനിറ്റിൽ മറുപടി നൽകി ഇന്ത്യ. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. നീതിയുടെ പുതിയ സ്വരൂപമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. രാജ്യത്തെ മുഴുവൻ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി. അതിനായി സൈന്യത്തിന് മുഴുവൻ സ്വാതന്ത്ര്യവും നൽകി. മതം ചോദിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത്. അവരെ മണ്ണിൽ ലയിപ്പിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. എന്നാൽ ആക്രമണം നടന്ന് ഒരു മാസം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് വീണ്ടും രംഗത്ത് വന്നു. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്തുവാൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ കുറ്റപ്പെടുത്തൽ. തൻ്റെ ഇടപെടലിൽ ആണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനും മറുപടിയില്ല. പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ നിരീക്ഷകൻ, ശ്രീ പി ജെ വിൻസെന്റ്, വിദേശകാര്യ നിരീക്ഷകൻ, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, കോൺഗ്രസ് നേതാവ്, ശ്യാം രാജ്, BJP നേതാവ് എന്നിവർ ആണ്. ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം ഏപ്രിൽ 22 അത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ദിവസമായിരുന്നു. കുറേ മണിക്കൂറുകൾ എങ്കിലും നമ്മുടെ രാജ്യം സ്തംഭിച്ചു പോയ നിമിഷമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് രാജ്യം അതിനോട് പ്രതികരിക്കുന്നു. ആരാണ് ഭീകരാക്രമണം നടത്തിയത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നു. അവരുടെ ചിത്രങ്ങൾ അടക്കം പുറത്തുവിടാൻ സാധിക്കുന്നു. നയതന്ത്ര വിലക്കുകളിലേക്ക് കടന്നു. പിന്നീട് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം മെയ് 7-ാം തീയതി നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്തു സൈനികമായി. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും പാകിസ്ഥാന്റെ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുവാനുള്ള ഇന്ത്യയുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സർവകക്ഷി സംഘം പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തുകയുമാണ്. ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ, നമ്മുടെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ, നയങ്ങളെ, ഇതുവരെയുള്ള പ്രവൃത്തികളെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഒരു മാസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ദ ന്യൂ നോർമൽ ഈസ് ഇൻ ആക്ഷൻ. അതായത് ന്യൂ നോർമൽ എന്ന് പറയുന്നത് പുതിയ താരിപ്പുകളാണ്, പുതിയ രീതികളാണ്, പുതിയ പ്രവണതകളാണ്. അതിലേറ്റവും പുതിയ പ്രവണത എന്ന് പറയുന്നത് ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയാണ് ഭാരതം വിഭാവനം ചെയ്തത്, അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് തുച്ഛീകരിച്ച് കാണുന്ന ഒരു പ്രവണത ഇനി നടക്കില്ല. പാക് സ്റ്റേറ്റ് ഈസ് ഇൻവോൾവ്ഡ്. എനി അറ്റാക്ക് ഫ്രോം എ ടെറർ ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എൻ അറ്റാക്ക് ബൈ പാക് സ്റ്റേറ്റ്. ഈ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ലോകത്തിന് വെളിപ്പെടുത്തുന്ന, ലോകത്തോട് സംവദിക്കുന്ന ഒരു എക്സസൈസ്. അപ്പോൾ ആ എക്സസൈസിലേക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ടു സെറ്റ് ദ ജഗർനോട്ട് മൂവിങ്, ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം അതാണ് ഒന്നാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്. 2, മറുപടി കൊടുക്കാൻ കൃത്യമായ സമയത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ പാകിസ്ഥാന് വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിച്ചു. ടെറർ ടാർഗറ്റുകൾ കൃത്യമായി ഹിറ്റ് ചെയ്യാൻ സാധിച്ചു എന്നത് ചില്ലറ നേട്ടമല്ല. നമ്മുടെ ഇൻ ദ പ്രോസസ് നമ്മുടെ വെപ്പൺസിൻ്റെ പ്രഹരശേഷി, പ്രത്യേകിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ പ്രഹരശേഷി, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത, ഇതെല്ലാം തന്നെ അളക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു വാർ മെഷീനറി
എണ്ണ തൂത്ത് റെഡിയാക്കി വെൽ ഗിയർഡ് ആൻഡ് വെൽ ഓയിൽഡ് മെഷീനറി നമുക്കുണ്ട് എന്നതിൻ്റെ ഒരു സ്ഥിരീകരണവും ഇപ്പോൾ ആവുകയാണ്. അപ്പോൾ ഇഫ് യു ടേക്ക് അവേ അത് സംഭവിച്ചു എന്നതാണ് ഈ ഒരു മാസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു കാരണവശാലും ആണവായുധങ്ങൾ എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ടതില്ല. അതും പുതിയ കാര്യമാണ്. മാത്രമല്ല ഇന്നും പ്രധാനമന്ത്രി അക്കാര്യം ആവർത്തിച്ചു എന്നുള്ളതാണ്. രാജസ്ഥാനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, കാരണം ഇതിപ്പോൾ ഒരു ദി ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വിതിൻ ഇന്ത്യ ആയിരിക്കാം. പക്ഷേ ഇതെല്ലാം തന്നെ അന്ന് ബീഹാറിൽ വെച്ച് പഹൽഗാം ആക്രമണത്തിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതും ഇപ്പോൾ ഒരു മാസം തികയുന്ന ഇന്ന് രാജസ്ഥാനിൽ വെച്ച് സംസാരിച്ചതും ഒരേ കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ മാറിയിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആകെ ഒരു ഇതിവൃത്തം. ഇറ്റ്സ് എ ചേഞ്ച്ഡ് ഇന്ത്യ, ഇറ്റ്സ് എ റിഫോംഡ് ഇന്ത്യ, ടോളറൻസ് ലെവൽ ഈസ് ഗോയിങ് ടു ബി സീറോ അഗൈൻസ്റ്റ് ടെറർ. ഇതെല്ലാം തന്നെ ഇൻ ആക്ഷൻ കാണുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ലാൻഡ്മാർക്കുകൾ അനേകം പിന്നിട്ടു. ഒരു മാസത്തിനുള്ളിൽ അനേക ലാൻഡ്മാർക്കുകൾ പിന്നിട്ടു. വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തു. നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും കാട്ടി എന്നത് പ്രത്യേകത തന്നെയാണ്. ശ്രീ ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഉറിയും പഹൽഗാമും ഒക്കെ അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള ആക്രമണങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ഉറിക്ക് ശേഷം നടന്നിട്ടുള്ള വലിയ ഭീകരാക്രമണം, അതിൽ 43 സൈനികരെ അടക്കം നമുക്ക് നഷ്ടപ്പെട്ട പുൽവാമ ഭീകരാക്രമണം, ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ ഇടവേളകളിൽ ഇന്ത്യയിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൻ്റെ സ്വഭാവം മറ്റൊന്നായിരുന്നു. അവിടെ മതം അന്വേഷിച്ച് അതിന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിനനുസരിച്ച് മാത്രം ആളുകളെ കൊല്ലുന്ന മറ്റൊരു ഭീകരതയാണെന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള നയങ്ങളോ സമീപനങ്ങളോ ഇനി തുടരാനാകില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ, ഇത് മറ്റൊരു മാറ്റത്തിൻ്റെ ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ, ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഈ മാറ്റങ്ങൾ അത് പ്രകടമായ മാറ്റങ്ങളായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് വിജയിക്കാൻ പോകുന്ന മാറ്റം എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുമുണ്ടോ? പ്രകടമായ മാറ്റങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട് ഇന്ത്യയുടെ നയത്തിൽ മാറ്റമുണ്ടായി? ന്യൂ നോർമൽ എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ്. ഒന്ന്, ഭീകരതയുടെ പ്രഭവ കേന്ദ്രത്തെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആണവായുധം കാണിച്ച് ഭാരതത്തെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. ആണവായുധം ഉണ്ട് എന്നതുകൊണ്ട് ഇന്ത്യ റിസ്ട്രെയിൻസ് പുലർത്തണം എന്ന വാദം സ്വീകരിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തത്, ഈ ഭീകരരെ മാത്രമല്ല അവരുടെ മാതൃസംഘടനയെയും അവർക്ക് സംരക്ഷണവും പരിശീലനവും ഒക്കെ നൽകുന്ന സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും. ഇത് ഇന്ത്യയുടെ ന്യൂ നോർമൽ ആണ്. ഇങ്ങനെ ഒരു പുതിയ നയം ഇന്ത്യ സ്വീകരിക്കുമ്പോൾ സമാനമായ രീതിയിൽ പാകിസ്ഥാനും പുതിയ നയം സ്വീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നയം സ്വീകരിക്കേണ്ടി വന്നത്. മുൻ പാകിസ്ഥാന്റെ മേധാവി ബജ്വ, അദ്ദേഹം ഒരു ലിബറൽ പൊസിഷനിലാണ് പലപ്പോഴും നിന്നത്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മത പുലർത്തുകയും ഒരു ജിഹാദി മൈൻഡ് സെറ്റിനപ്പുറത്തേക്ക് ഒരു പട്ടാളക്കാരന്റെ മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് 2019 പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ ഉണ്ടാവാത്തത്. അത് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ശക്തി കൊണ്ട്, അതോടൊപ്പം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ സമീപനത്തിൽ വന്ന മാറ്റവും അതിലെ ഘടകമാണ്. എന്നാൽ അസിം മുനീർ വന്നതോടുകൂടി പാകിസ്ഥാന്റെ നയത്തിൽ വലിയ മാറ്റം വന്നു. പാകിസ്ഥാന്റെ നയത്തിൽ വന്ന മാറ്റം നേരത്തെ സൂചിപ്പിച്ചല്ലോ, മതം നോക്കി എന്തുകൊണ്ട് പഹൽഗാമിൽ അവർ ആക്രമണം നടത്തി. അതിനുത്തരമാണ് ഏപ്രിൽ 16 അസിം മുനീർ നടത്തിയിട്ടുള്ള പ്രസംഗം ഇസ്ലാമാബാദിൽ. അതിൽ അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ച കാര്യം, കാശ്മീർ ഇന്ത്യയുടെ കാശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്നും ജുഗ്നാർ വെയിൻ എന്ന പ്രയോഗം നടത്തിയത് താങ്കൾ ഓർക്കുന്നുണ്ടാവും. ഇത് സൈന്യത്തിന്റെ സ്ട്രാറ്റജിയിൽ വന്ന മാറ്റമാണ്. അതോടൊപ്പം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും അതേ മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കെട്ടുകഴിവ് ഇല്ലാത്ത വിധം ഈ പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് അയക്കുന്ന ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ചത് അവിടുത്തെ വിദേശകാര്യമന്ത്രിയാണ്. അവിടുത്തെ വിദേശകാര്യമന്ത്രി പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നടത്തിയാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പരസ്യമായിട്ട് പറയുകയുണ്ടായി. അതോടൊപ്പം റഷ്യയിലെ അംബാസിഡർ
ആണവായുധം പ്രയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല, അത് ഞങ്ങൾ പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയുണ്ടായി. അതുപോലെ ബിലാവൽ ഭൂട്ടോയുടെ പ്രസംഗം, ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ചോരപ്പുഴയൊഴുക്കും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അസിം മുനീറിന്റെ മൈൻഡ് സെറ്റിനോട് ചേർന്ന് പോകുന്ന രൂപത്തിലാണ് പാകിസ്ഥാനിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഴയ ഒരു നയത്തിൽ ഇന്ത്യക്ക് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ഓൾ ഔട്ട് സ്ട്രൈക്ക്, അത് ഡിപ്ലോമസിയുടെ തലത്തിലും സാമ്പത്തിക തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ ശക്തമായി ആഞ്ഞടിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാം. അത് ഈ പുൽവാമയിൽ നിന്ന് പഹൽഗാമിൽ എത്തുമ്പോഴുള്ള ഏറ്റവും പ്രകടമായ മാറ്റം, ഈ പഹൽഗാമിന് ശേഷം പഹൽഗാം സംഭവത്തെ, പഹൽഗാം കൂട്ടക്കൊലയെ എല്ലാ ലോകരാഷ്ട്രങ്ങളും അപലപിച്ചു എങ്കിലും പാകിസ്ഥാനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ തയ്യാറായ രാജ്യങ്ങൾ കുറവാണ്. അതിൽ ഏറ്റവും പ്രകടമായി പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞതും പാകിസ്ഥാനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. അത് ഇസ്രായേലും അഫ്ഗാനിസ്ഥാനുമാണ്. അതാണ് അതിൽ ഏറ്റവും തമാശ. അഫ്ഗാനിസ്ഥാൻ താലിബാൻ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യങ്ങളായ അമേരിക്ക അടക്കം ട്രംപിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെയും സമദൂരത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് വന്നത്. അതേസമയം ഇത് ഇങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം എങ്കിൽ ഈ അക്രമത്തിന് പിന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വ രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ഇവരെ ഭീകരവാദി ഒന്നും വിളിക്കണ്ട, അവർ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരസേനയാണ്. അതോടൊപ്പം ഈ കൊല്ല ചെയ്യപ്പെട്ട, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ മെയ് 7 നടത്തിയിട്ടുള്ള സ്ട്രൈക്കിൽ കൊല ചെയ്യപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ യൂണിഫോം ഇട്ടുകൊണ്ട് പാക് സൈനിക മേധാവികൾ പങ്കെടുത്തത് ലോകത്തോട് വിളിച്ചു പറയുന്നത് ദേശീയ പതാക പുതപ്പിച്ചാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. യെസ്, തീർച്ചയായിട്ടും. അത് ഇന്ത്യക്ക് ആ കാര്യത്തിൽ ഒരു ക്യാമ്പയിൻ ചെയ്യേണ്ട ആവശ്യം പോലും വേണ്ടാത്ത വിധം, ഒരു ഡിപ്ലോമാറ്റിക് വെഞ്ചർ നടത്തേണ്ട ആവശ്യം പോലും വേണ്ടാത്ത വിധം പാകിസ്ഥാൻ തന്നെ ലോകത്തോട് വീഡിയോ, അത് ലൈവായിട്ട് കാണിക്കുകയാണല്ലോ, അതിന് പിന്നെ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, ലോകത്തോട് പ്രഖ്യാപിച്ചു പാകിസ്ഥാനാണ് പാക് അധീന കാശ്മീർ കേന്ദ്രീകരിച്ച്, പഞ്ചാബ് കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വിശിഷ്യ കാശ്മീരിലേക്കും തീവ്രവാദികളെ കയറ്റി അയക്കുന്നത്. ഈ തീവ്രവാദികൾ, ഈ ഭീകരവാദികൾ ഞങ്ങളുടെ ആളുകൾ തന്നെയാണ്, ഞങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് എന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ നയം പുതിയ നയമാണ്. അതില് കാതലായ മാറ്റം പഴയ കാലത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത്, ഇതുവരെയുള്ള ആ നടപടിക്രമങ്ങൾ വളരെ ഗംഭീരമായിരുന്നു. അതില് വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി, ക്യാപ്റ്റൻ അബയൻസ് അത് തൽക്കാലത്തേക്ക് റദ്ദാക്കിയതടക്കം, മാറ്റിവെച്ചതടക്കം, അത് ആ സമീപനങ്ങളെല്ലാം വിജയകരമാണ്. ഇനി അങ്ങോട്ട് നമ്മളുടെ 7 ഡെലിഗേഷൻ പോയി അവരുടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ, അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട. അതാണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ് ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇത് പുതിയ ഇന്ത്യ എന്നും ഇത് നയമാറ്റത്തിന്റെ സൂചനയാണ് എന്നും ഒക്കെ കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ആ മറുഭാഗത്തും ഇത്തരം മാറ്റങ്ങൾ പ്രകടമാണ്. ഇപ്പോൾ വിൻസെന്റ് സാർ പറഞ്ഞതിലേക്ക് ചേർത്ത് വെക്കേണ്ടത്, ഇന്ത്യ വിരുദ്ധതയ്ക്ക് അവിടുത്തെ സേനാധിപതിക്ക് നൽകിയിട്ടുള്ള പുതിയ പദവി, അത് 6 പതിറ്റാണ്ടിന് ശേഷം അവിടെ ഒരു ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഉയർത്തപ്പെടുന്നു. അതും വളരെ കൃത്യമായ മതമൗലികവാദത്തെ മാത്രം ഊന്നിപ്പിടിക്കുന്ന അസീം മുനീറിനെ. അതാണ് പാകിസ്ഥാൻ അവിടെ സ്വീകരിക്കുന്നത്. ഈ പതിവില്ലാത്ത തരത്തിൽ ഞങ്ങൾ ഭീകരതയെ വളർത്തിയിട്ടുണ്ട് എന്ന് അവർ തന്നെ ചാനൽ ചർച്ചകളിൽ വളരെ ഓപ്പണായി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തന്നെയാണ് ഞങ്ങൾ ഒരുക്കം എന്ന് പറയുന്നു. അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറയുമ്പോഴും ഇന്ത്യക്കൊപ്പം എന്നും നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളൊന്നും കടുത്ത നിലപാടിലേക്ക് പോകാനോ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർശനങ്ങൾ, സർവകക്ഷി സന്ദർശനങ്ങളടക്കം എത്രത്തോളം ഫലം കാണും? നമ്മൾ ഇന്നിപ്പോൾ പ്രൈം ഡിബേറ്റിന്റെ ചോദ്യമായി പ്രേക്ഷകരോട് ചോദിക്കുന്നത് തന്നെ ഈ നയതന്ത്ര യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുമോ എന്നുള്ളതാണ്. വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ലോക മനസ്സുകളിൽ യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ഒരു ബോധം സൃഷ്ടിക്കുക. ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടണം എന്ന് ലോകം പറയുന്നു. പ്രത്യേകിച്ച് വികസിത പാശ്ചാത്യ ലോകം പറയുന്നു. അവർ ഒരു ശ്വാസത്തിൽ അത് പറയുകയും മറുവശത്ത് ഒരു പ്രത്യേക രാജ്യം, ഇന്ത്യ പോലെയുള്ള രാജ്യം ഭീകരതയുടെ ഇരയാകുമ്പോൾ സൈലൻ്റായി അത് നോക്കി നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പ്, വിരോധാഭാസം, ഇത്
കുറച്ചുകൂടി ആഴത്തിൽ അവരെ തന്നെ മനസ്സിലാക്കുക എന്നതുണ്ട്. അപ്പോൾ ഈ പറയുന്ന 33 രാജ്യങ്ങൾ സെലക്ട് ചെയ്തു, 7 ടീമുകൾ സഞ്ചരിക്കുന്നു. അതിലേതാനും ടീമുകൾ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞു. മറ്റ് ടീമുകൾ ശശി തരൂരിന്റെ ഉൾപ്പെടെയുള്ള ടീം, ഇനി അമേരിക്ക, ഇതാണ് പ്രധാനപ്പെട്ട ടീം എന്ന് കരുതാം. അമേരിക്കയും ബ്രിട്ടനും സന്ദർശിക്കുന്ന ശശി തരൂർ നയിക്കുന്ന ആ ടീം, അതിൻ്റെ നീക്കങ്ങൾ വളരെ ഉദ്വേഗപൂർവ്വം ആളുകൾ നോക്കി നിൽക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ചൈനയെ ഒഴിച്ചു നിർത്തി, ടർക്കിയെ ഒഴിച്ചു നിർത്തി, അസർബൈജാനെ ഒഴിച്ചു നിർത്തി. ഈ 3 രാജ്യങ്ങൾ മാത്രമാണ് പ്രകടമായ ഒരു ഇന്ത്യ വിരുദ്ധത ഈ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ പ്രകടിപ്പിച്ചത്. ചൈനയുടെ ഭാഗത്തെ വളരെ മൃദുവായ ഇന്ത്യ വിരുദ്ധത മാത്രമാണ്, അത്ര ഒബ്വിയസ് അല്ല. പക്ഷേ അസർബൈജാനും വളരെ കൃത്യമായ സ്റ്റാൻഡാണ് എടുത്തത്. അത് ഇന്ത്യ ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ട് തന്നെയാണ് അവർ പാക് അനുകൂല നിലപാടെടുത്തത്. അപ്പം ഈ ഒരു കാര്യം കൂടുതൽ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വിരോധത്തിൻ്റെ കനലുകൾ പടർന്ന് നീറി നിൽക്കാതെ അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നത് ഒരു കാര്യം. അത് മാത്രമല്ല, കാശ്മീരിനെ കുറിച്ച് വരുന്നവനും പോകുന്നവനും എല്ലാം കയറി അഭിപ്രായം പറയുന്ന ആ ഒരു രീതി. അപ്പോൾ ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ അഭിപ്രായ പ്രകടനത്തിനുള്ള വേദിയല്ല. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എർദോഗാൻ, ടർക്കിഷ് പ്രസിഡന്റ് തയ്യിബ് എർദോഗാനും ഒക്കെ പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് അവിടെ നിൽക്കണം. കാരണം ഇന്ത്യയുടെ ഭൂമിയാണ് കാശ്മീർ. അത് പ്രധാനമന്ത്രി ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ഇനി പാകിസ്ഥാനുമായി ഒരു സഹകരണത്തിനുമില്ല, ചർച്ചയ്ക്കുമില്ല. ചർച്ച കശ്മീരിനെ കുറിച്ച് മാത്രമാണ്. അവിടെ പാക് അധീന കശ്മീർ എന്നോ അങ്ങനെയൊന്നുമുള്ള ഒരു പ്രയോഗം ഇപ്പോൾ നടത്തുന്നില്ല ഭരണകൂടം. കശ്മീർ എന്ന് മാത്രമാണ് പറയുന്നത്. അത് വ്യക്തമാണ്, ആ നിലപാട് വ്യക്തമാണ്. കാരണം കാശ്മീർ എന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കാശ്മീരിനെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ആ ചർച്ചയിൽ ഒന്ന്, അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും കാശ്മീരിലേക്ക് വരുന്ന ഭീകരത, ആ ഭീകരതയുടെ നാൾ വഴികൾ നാട്ട് നനച്ച് വളർത്തുന്ന സംവിധാനം, ഗവൺമെൻറ് മെഷീനറിയുമായും സൈന്യവുമായും ഭീകരത എത്രത്തോളം ഇഴപിരിഞ്ഞു കിടക്കുന്നു, അതിനെ ബൈഫർക്കേറ്റ് ചെയ്യുക, ഡീലിങ്ക് ചെയ്യുക, അല്ലാതെ ഹൈഫനേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ക്രിയാത്മക നിർദ്ദേശം പാകിസ്ഥാനുണ്ടെങ്കിൽ ആ കാര്യം സംസാരിക്കാം. 1. 2, പാക് അധിനിവേശ കാശ്മീർ, അത് കാശ്മീർ എന്ന് നമ്മൾ വിളിക്കുന്ന അവിഭക്ത കാശ്മീർ, അതിൻ്റെ ഒരു ഭാഗം ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. ലൈൻ ഓഫ് കൺട്രോളിൻ്റെ മറുപുറത്താണ്. അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പീഡനം, മാർജിനലൈസേഷൻ, അവർ ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ്. അവരുടെ ആശയ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എന്ത് ചെയ്യാം, ഇന്ത്യക്കും പാകിസ്ഥാനും ജോയിൻ്റായി എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ കൂടി ആലോചിക്കണം. അതിന് തയ്യാറാണ്. ചർച്ച ഇല്ല എന്ന നിലപാട് ഇന്ത്യക്കില്ല. ഈ നിലപാടാണ് ലോകരാജ്യങ്ങളെ ഇന്ത്യ ധരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ ഇതുവരെ എടുത്ത നിലപാടുകൾ, ഇതുവരെ എടുത്ത നടപടികൾ, ആ നടപടികളുടെ സുതാര്യതയും നൈർമല്യവും ഫോക്കസും എത്രത്തോളം കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കിക്കൊണ്ട് ടാർഗറ്റുകളെ മാത്രം ലക്ഷ്യമാക്കി എന്നതുകൂടി ലോകത്തിന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ നയതന്ത്ര ടീം എന്ന് പറയുന്നത് ശരിയല്ലോ, ജനങ്ങളുടെ പ്രതിനിധികളാണ്, ഒരു പാർലമെന്റ് അംഗങ്ങളാണ്. അതുകൊണ്ട് അവരൊരു മന്ത്രിതല സമിതിയല്ല, നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരല്ല, ഗവൺമെന്റ് സർവൻസ് അല്ല എന്ന് ഓർക്കണം. ഇവർ MP-മാരാണ്. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി called India speaking to the world about India's stand, especially on this particular issue of terrorism. ഇതാണ് ഇപ്പോഴത്തെ നിലപാട്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഈ ചർച്ചയിൽ ഉടനീളം പങ്കെടുക്കുന്നവരും ഒരു നിരീക്ഷകർ ആയിട്ടുള്ളവരും എല്ലാം അഭിപ്രായപ്പെടുന്ന ഒന്ന്, ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാൻഡ് അതാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പറയുന്നത് കശ്മീർ മാത്രമേ ചർച്ചയുള്ളൂ, മറ്റൊരു ചർച്ചയ്ക്കും ഒരുക്കമല്ല. ഇന്നലെ ഷഹബാസ് ഷെരീഫ് അവിടുത്തെ മാധ്യമങ്ങളോടടക്കം സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യ ഒരു തേർഡ് പാർട്ടിയെയും ഈ വിഷയത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നില്ല, മറ്റൊരു രാജ്യത്തിൻ്റെയും മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ ഒരുക്കമല്ല, മറ്റൊരു രാജ്യത്ത് വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ള നീക്കവും ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ തീവ്രവാദ മുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ചോദിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായോ എന്നതിൽ വ്യക്തതയില്ലല്ലോ എന്നുള്ളതാണ്. നമുക്കറിയാം, വിദേശകാര്യ മന്ത്രാലയം പലപ്പോഴായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണ് ചർച്ച നടന്നത്. അത് DGMO തലത്തിൽ ഉള്ള ചർച്ചയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോയത് എന്ന് 1 മാസം പിന്നിടുമ്പോഴും എന്തുകൊണ്ടാണ് ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? അഭിലാഷ്, നോക്കൂ,
ഈ ആക്രമണം ഉണ്ടാവുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇത് പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന തീവ്രവാദ ആക്രമണമാണ്, പാക് സ്പോൺസേഡ് ടെററിസ്റ്റിക് അറ്റാക്ക് അറ്റ് ഫഗൽഗാം എന്നുള്ളതാണ് CWCയുടെ റിപ്പോർട്ട്. ഏറ്റവും ആദ്യം അത് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് BJP അല്ല, കേന്ദ്ര സർക്കാരല്ല, മറ്റേതെങ്കിലും പാർട്ടിയല്ല. പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതിൽ കൃത്യമായ നടപടി ആവശ്യമുണ്ടെന്നും ആ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം വരെ മറ്റ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയില്ലെന്നും യാതൊരു രാഷ്ട്രീയം പറയാനും തൽക്കാലം ഞങ്ങൾ വരുന്നില്ല എന്നും കൃത്യമായി രാജ്യത്തോട് പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതിനുശേഷം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരാറുണ്ട്. അങ്ങനെ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന സമയത്ത് അത് പറയേണ്ട സമയം ഇതല്ല എന്നും, അങ്ങനെ പറഞ്ഞാൽ സംഘടനാപരമായ നടപടി ഉണ്ടാകും എന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ വാണിംഗ് കൊടുത്ത ആളുടെ പേര് KC വേണുഗോപാൽ എന്നാണ്. അദ്ദേഹം ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. നോക്കൂ, ഈ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ച ലോകമാധ്യമങ്ങളുടെ മുമ്പിൽ, ലോക മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും അഭിമാനപൂർവ്വം എടുത്തുയർത്തി കാണിച്ച സോഫിയ ഖുറേഷി അടക്കമുള്ള വനിതാ പട്ടാളക്കാർ, വനിതാ സൈനികർ, അവർ ഏത് രീതിയിലാണ് BJP നേതാക്കൾ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടില്ലേ. എന്നിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി സുപ്രീം കോടതി കയറിയ ശേഷമാണ് BJP കേന്ദ്ര നേതൃത്വം വാക്കാലെങ്കിലും ഒരു താക്കീത് കൊടുക്കാൻ, ആ മന്ത്രിക്ക് താക്കീത് കൊടുക്കാൻ തയ്യാറായത്. അപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പരിഗണിച്ചാൽ മതി. ഇനി ഞങ്ങൾ എന്തുകൊണ്ടാണ് ചില സംശയങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്? ആ സംശയങ്ങൾ മുമ്പോട്ട് വെക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഫഗൽഗാം പോലെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ തിരിച്ച് മറുത്തൊരു വെടിവെക്കാൻ പോലും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതിരുന്നു എന്നുള്ളത് ഇന്റലിജൻസ് വീഴ്ചയാണോ? ആണെങ്കിൽ പരിശോധിക്കേണ്ടതില്ലേ? ഒരു സെക്ടറിന്റെ ചുമതല ഉണ്ടായത് രാഷ്ട്രീയ റൈഫിളിന് 2 സെക്ടറിന്റെ ചുമതല അധികമായി കൊടുത്തത് എന്ന് മുതലാണ്? എന്തിനാണ്? അത് ഈ ആക്രമണത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യാക്രമണം, എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച നമുക്ക് ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ഈ ഒരു സെക്ടറിന്റെ ചുമതല 2ആക്കി ഒരു രാഷ്ട്രീയ റൈഫിളിന് കൊടുത്തത് എന്നുള്ളതിനെ പറ്റി അന്വേഷണം ഉണ്ടാവണം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അങ്ങ് ജയറാം രമേശ് അടക്കമുള്ളവർ പറയുന്നത് പോലെ ഏതാണ് അമേരിക്കയുടെ ഇന്റർവെൻഷൻ ഉണ്ടായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. JD വാൻസ് മാത്രമല്ല, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കൂടെ അത് തുറന്നു പറയുന്നു. അത് പറഞ്ഞ ശേഷം കേന്ദ്ര വിദേശകാര്യ മന്ത്രിയോ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ആരെങ്കിലുമോ അതിനെ എതിർത്തില്ല. നിയമസഭയ്ക്കുള്ളിൽ എതിർത്തത് വിദേശകാര്യ മന്ത്രാലയമാണ്. ആ വിദേശകാര്യ മന്ത്രാലയം എതിർത്തതിന് പിറ്റേ ദിവസം തന്നെ ഇതേ അമേരിക്കൻ പ്രസിഡന്റ് വളരെ ക്ലിയർ ആയി പറയുന്നു, ഏത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യം കച്ചവടമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ അവർ ഈ യുദ്ധം നിർത്തി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ അല്ല, അതിനുശേഷവും വിദേശകാര്യ വക്താവിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയല്ലോ അങ്ങനെ പങ്കില്ല എന്നുള്ളത്. അല്ല, അതിന്റെ പിറ്റേ ദിവസമാണ് ട്രംപ് ഇതേ കാര്യം പറയുന്നത്, കച്ചവടമാണ്. അല്ല, വിക്രം മിശ്ര മാത്രമല്ലല്ലോ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പിന്നെ എന്താണ് വ്യക്തമാക്കിയത്? വിദേശകാര്യ വക്താവും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പോരല്ലോ, അമേരിക്കൻ വിദേശകാര്യ വക്താവ് അല്ലല്ലോ പറയുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് ഇറ്റ്സെൽഫ് ആണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എനിക്ക് അതിലെ താങ്കൾ പറയുന്ന സാങ്കത്യം മനസ്സിലാവുന്നില്ല? നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു മറുപടി നൽകിയാൽ അതിനപ്പുറത്ത് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറയണം എന്നത് അതിന്റെ യുക്തി എന്താണ്? പ്രശ്നം പറയാം. അതായത്, ഒന്നാമത് അമേരിക്കൻ പ്രസിഡന്റ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നു. അതിനെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും എന്ന് പറയുന്നു. അപ്പോഴാണ് അങ്ങ് പറയുന്നത് വിദേശകാര്യ വക്താവും വിദേശകാര്യ മന്ത്രാലയവും ഇതിന്റെ അകത്തൊരു വ്യക്തത വരുത്തുന്നത്. അമേരിക്കയുടെ ഇന്റർവെൻഷൻ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടിക്കും, അമേരിക്കയ്ക്കെന്നല്ല ഒരു തേർഡ് പാർട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സമ്മർദ്ദത്തിലോ അല്ല ഈ വെടിനിർത്തലിലേക്ക് പോയത് എന്നാണ് പറയട്ടെ. അതായത്, വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ വക്താവും ഈ വ്യക്തത വരുത്തിയതിനു ശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ഈ പുലഭ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അതാണല്ലോ. നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഇപ്പൊ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ അതൊന്നുമില്ല, ഇന്ത്യ അത് അംഗീകരിക്കുന്നില്ല തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ. അത് വളരെ കൃത്യമായി വിദേശകാര്യ വക്താവ് പറഞ്ഞ ശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ആ പുലഭ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര മന്ത്രാലയം തന്നെയാണ്, കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. എന്താ സംശയം? ഇല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ? ഇന്ത്യ അങ്ങനെ പലതും പറയും, പക്ഷെ ഞങ്ങളാണ് ഇടപെട്ടത്, ഞങ്ങളാണ് കൈ കൊടുത്തത്, ഇന്ത്യ പാകിസ്ഥാൻ ബായി ബായി ആക്കിയതിൽ നടുക്ക് നിന്ന് കൈ ചേർത്ത് പിടിച്ച. ഞാൻ ഒരു സംശയമായി ആഡ് ചെയ്യുന്നത്, ഈ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്, ഇത് രാഷ്ട്രീയമായി താങ്കൾ കാണേണ്ടതില്ല. വളരെ കൃത്യമായി പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യമാണ് ചൈന, വളരെ കൃത്യമായി പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യമാണ് അസർബൈജാൻ, തുർക്കി.
ഈ രാജ്യങ്ങളിലെ ഏതെങ്കിലും നേതാക്കൾക്ക് പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകിയതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അല്ല, അവിടെയാണ് പ്രശ്നം. ഒന്ന്, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ടീം അപ്പ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ രണ്ട് സൈഡിലും പലരും ചേരും, അവർക്ക് മറുപടി കൊടുക്കുന്നത് യുദ്ധത്തിലൂടെ തന്നെയാണ്. അങ്ങനെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ വന്നാൽ അത് യുദ്ധത്തിലൂടെയാണ് മറുപടി കൊടുക്കേണ്ടത്. പക്ഷേ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കാൻ വന്നാൽ അങ്ങനെ കളിച്ച് ഇന്ത്യൻ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വർത്താനം പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കേണ്ടത് കേന്ദ്ര ഭരണകൂടമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയവും അതിന്റെ വക്താവും അവരാണല്ലോ സ്വാഭാവികമായും വിദേശ ലോകത്തോട് സംവദിക്കേണ്ടത്. അങ്ങനെ അവർ പറഞ്ഞതിന് ശേഷവും അതിനെ ഓവർ റൈഡ് ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ് എന്നതിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അതടക്കമുള്ള വിഷയങ്ങളിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം വേണം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ, ഒരു മാസമായി നമ്മൾ യുദ്ധം ചെയ്യുന്നു പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ആന്റി ടെററിസ്റ്റിക് മൂവ്മെന്റ് നടത്തി എന്ന് പറയുന്നത് നല്ല കാര്യം. അത് അങ്ങനെ വേണം. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു തീവ്രവാദ രാജ്യമാണ് എന്നതിൽ അഭിപ്രായമൊന്നുമില്ല. ആ തീവ്രവാദ രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ മണ്ണിൽ കടന്നു വന്ന് നമ്മുടെ ഒരുപാട് സഹോദരിമാരെ വിധവകളാക്കി, ഒരുപാട് പേരെ അനാഥരാക്കി, അവരുടെ കണ്ണീര് വീഴ്ത്തിയ ഈ പറയുന്ന തീവ്രവാദികൾ ഇന്നെവിടെയാണ്? ശരി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതേ ചോദ്യം തീർച്ചയായും താങ്കളുടെ ആ ചോദ്യത്തിന് ശ്യാംരാജ് അടക്കം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ശ്യാംരാജ്, ഒരു കാര്യം വ്യക്തമാണല്ലോ, അതായത് ഈ പഹൽഗാമിന് ഇന്ത്യ സൈനികമായി തിരിച്ചടി നൽകുന്നു മെയ് 7-ാം തീയതി. ആ 7-ാം തീയതിയാണ് നേരത്തെ സൂചിപ്പിച്ച സോഫിയ ഖുറേഷിയും വ്യോമികയും ഒക്കെ ഉൾപ്പെടുന്ന സംഘം, അതിൽ വിക്രം മിശ്രയായിരുന്നു ആ വാർത്താ സമ്മേളനത്തെ നയിച്ചത്. അന്ന് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോ മന്ത്രിമാരോ അല്ല വാർത്താ സമ്മേളനം നടത്തിയത്, അത് ശരിയാണ്. അതിനുശേഷവും നമ്മുടെ അഭിമാനമായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് വാർത്താ സമ്മേളനം നടത്തി എങ്ങനെയാണ് നമ്മൾ പഹൽഗാമിന് തിരിച്ചടി നൽകിയത് എന്നത് വിശദീകരിച്ചത്. അതൊരു വസ്തുതയായി അവിടെ നിൽക്കുന്നു. ഒപ്പം ബാഹ്യ ഇടപെടലുകൾ ഇല്ല, അമേരിക്കയുടെ ഇടപെടൽ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് പല വേദികളിലായി പ്രധാനമന്ത്രി അടക്കം ഇന്നും പ്രധാനമന്ത്രി പഹൽഗാമിൽ നമ്മൾ തിരിച്ചടി കൊടുത്തു, 22 മിനിറ്റ് കൊണ്ട് ഏപ്രിൽ 22-ന് മറുപടി നൽകി, ഭീകരരെ മണ്ണിൽ ലയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് പ്രധാനമന്ത്രിക്കടക്കം മറുപടി നൽകാൻ മടി? അഭിലാഷ്, ഒരു രാജ്യത്ത് ഒരു യുദ്ധമോ അതല്ലെങ്കിൽ ഒരു പ്രതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതിനുള്ള മര്യാദ കൂടി കാണിക്കേണ്ടതാണ്. ഇവിടെ ഇവർക്ക് ഏത് ചോദ്യത്തിനാണ് ഞങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്? ഇവർ എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വസന്ത് പറയുകയുണ്ടായി അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇത് ട്രംപ് തന്നെ നേരിട്ട് പറഞ്ഞില്ലേ? ഇവർ ഈ ലോകത്തൊന്നുമല്ലേ ജീവിച്ചിരിക്കുന്നത്? പത്രമാധ്യമങ്ങൾ കാണാറില്ലേ? ഇവിടെ തുടക്കത്തിൽ എന്താണ് സംഭവിച്ചത്? തുടക്കം മുതൽ എസ് ജയശങ്കർ അടക്കമുള്ള നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യ വക്താക്കളും പറയുന്നു ഒരു രാജ്യത്തോടും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്ന് തുടക്കം മുതൽ പറയുന്നുണ്ട്. നമ്മുടെ സൈനിക മേധാവികളുടെ പത്രസമ്മേളനത്തിന് അടക്കം പറയുന്നുണ്ട്. ഇനി അതിനുശേഷം കുറേ ദിവസങ്ങളിൽ ഇവർ ട്രംപിന്റെ ചില വാർത്തകളൊക്കെ എടുത്തിട്ട് കുറേ ദിവസം ഇവർ നമ്മളെ വിമർശിച്ചുകൊണ്ടിരുന്നു. അവസാനം ട്രംപ് തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല യുദ്ധത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന്. ഈ യുദ്ധത്തിലല്ല, ഈ പറയുന്ന കോംപ്രമൈസിൽ, ഈ സീസ് ഫയറിംഗിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് ട്രംപ് വന്നിട്ട് നേരിട്ട് പറഞ്ഞില്ലേ? അപ്പൊ ഇവർക്ക് ഇന്ത്യൻ സൈന്യത്തെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ല, ഇന്ത്യൻ വിദേശകാര്യ വക്താവിന് ഈ കോൺഗ്രസ് പാർട്ടിക്ക് വിശ്വാസമില്ല, വിദേശകാര്യ മന്ത്രി വിശ്വാസമില്ല. ഇവർക്ക് ആരെയാണ് വിശ്വാസമുള്ളത്? ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളും ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മറു രീതിയിൽ ചിന്തിക്കാനും പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് BJPക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കഴിഞ്ഞ ദിവസം ഇവരുടെ മുതിർന്ന നേതാവുള്ള പവൻ ഖേര, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പവൻ ഖേരയും കൊണ്ടുവന്നിട്ടുള്ള അടുത്ത ഡയലോഗാണ് യുദ്ധം ഈ തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് എസ് ജയശങ്കർ പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും സാമാന്യ ഇംഗ്ലീഷിന്റെ യുക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യുദ്ധം, ഈ ഒരു തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്ക സമയത്ത് പാകിസ്ഥാനോട് കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുള്ളത്, ഞങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുള്ളത് തീവ്രവാദ കേന്ദ്രങ്ങളാണ്, നിങ്ങളുടെ സൈനിക
കേന്ദ്രങ്ങളല്ല. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടി രൂക്ഷമായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇവരെന്താക്കി? ഇവരാരുടെ മനസ്സാണ്, ഇവരാരുടെ വാക്കാണ്? ഇവർക്ക് ഈ ഒരു സമയത്ത് ഇന്ത്യൻ ജനത മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യയുടെ തന്നെ, അത് ലോകത്തിലെ തന്നെ ഇപ്പോൾ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു വിദേശകാര്യമന്ത്രിയെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ ഇവർക്ക് ചെലവിന് കൊടുക്കുന്ന ഈ ചൈന എന്നാണോ പാകിസ്ഥാൻ എന്നാണോ? അപ്പൊ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ, നിരുത്തരവാദപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിന് എന്ത് ഉത്തരമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? ഇവർ ചോദിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വെറും തേർഡ് റേറ്റ് പൊളിറ്റിക്സിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്നേ. ഈ ഒരു സമയത്ത് ഇനി എത്ര ഫൈറ്റർ ജെറ്റുകൾ നമ്മളോട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ നേതാവിന്റെ അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അഭിലാഷേ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് പോയിട്ട് ഒരു വെടിയുണ്ടെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് ഈ 140 കോടി ജനങ്ങളിൽ ആരെങ്കിലും പോയി എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഓൺഗോയിങ് ആയിരിക്കുന്ന സമയത്ത് ഈ ചൈനയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട വാറിനെ എതിരായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട വാർ പാകിസ്ഥാന് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെയാണല്ലോ ശ്യാമ നേരത്തെ വസന്ത് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അടക്കം ഈ തീവ്രവാദം പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദം ആണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ്. അവർ സ്റ്റേറ്റ്മെന്റായി പുറത്തിറക്കിയതാണ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ, സ്വാഭാവികമായും അതിപ്പോൾ താങ്കൾക്കും അറിയാമല്ലോ, BJP-യിൽ പെട്ട നേതാക്കളുമൊക്കെ ഈ നമ്മുടെ സൈനികരെയും എങ്ങനെയാണ് പരാമർശിച്ചത് എന്ന് ഒരു മന്ത്രി തന്നെയാണല്ലോ പരാമർശിച്ചത്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ചില ഭിന്നസ്വരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസിന് ആത്യന്തികമായി ആ സംഘടനയുടെ റിപ്പോർട്ടാണല്ലോ പ്രധാനമെന്നത്. സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ, അവിടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, സർവകക്ഷി സമ്മേളനത്തിലടക്കം പങ്കെടുക്കുന്ന, രാഹുൽ ഗാന്ധി അടക്കം വിദേശ സന്ദർശനം വെട്ടിക്കുറച്ച് തിരികെ വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. അവിടെ രാഷ്ട്രീയമായ ചോദ്യമായി തന്നെയാണ് അവർ ആ ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്ത് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾക്ക് ഇത് തള്ളിക്കളയാൻ പറ്റുന്നില്ല? വളരെ കൃത്യമായി അമേരിക്കയുടെ ഇടപെടൽ ഇല്ല എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് ഇവർ പാകിസ്ഥാന്റെ ആളുകളായതുകൊണ്ടാണ്, ചൈനയുടെ ആളുകളായതുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുക? അല്ല, അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വസന്ത് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാൻ പറയാം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കത്തയച്ചു. ഒരു കത്തയച്ച് എന്താണെന്നറിയോ? ഈ രാജ്യത്തിനെതിരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംഘടനാ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ പേരുള്ള നമ്മുടെ ധീര സൈനികയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിനെന്തായിരുന്നു BJP-യുടെ മറുപടി? നിങ്ങളുടെ മന്ത്രിക്കെതിരെ ഒരു സസ്പെൻഷൻ നോട്ടീസ് നേരിടുന്നുണ്ടല്ലോ. കേസ് നേരിടുന്നുണ്ടല്ലോ. ഞങ്ങൾ സന്തോഷിച്ചോ? ഇല്ലല്ലോ, ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. കേസ് നേരിടുന്നുണ്ടല്ലോ. ക്ഷമ ചോദിച്ചിട്ടില്ലല്ലോ. ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് വസന്ത വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് എന്റെ ടേണാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാർ മുഴുവൻ വെറുതെ ഈ പഹൽഗാം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവൂ. നിങ്ങൾക്ക് ചൈനയുടെ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാൻ വേണ്ടിയില്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒന്നും പറയാൻ വേണ്ടിയില്ലാത്തപ്പോഴത്തേക്ക് പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുവാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എന്ത് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് അടിസ്ഥാനപരമാണ് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിക്ക്, ഈ പവൻ ഖേരിക്ക് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ചില മാധ്യമങ്ങൾ എന്താ അറിയോ? ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടായിരുന്നു എന്ന്. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും, ഇങ്ങനെ ഒരു മാധ്യമത്തിൽ ഇരുന്നിട്ട് വാക്ക് ഉച്ചരിക്കാൻ പോലും എനിക്ക് മടിയുണ്ട്. ഇതാണ് ഇവരുടെ നിലപാടെന്നേ. ഇവർക്ക് ഈ രാജ്യത്തെ പട്ടാളക്കാരെ ഇവർക്ക് വിശ്വാസമില്ല. ഇവർക്ക് ഈ രാജ്യത്തിന്റെ വിദേശ സംവിധാനങ്ങളെ, വിദേശ നയങ്ങളെ വിശ്വാസമില്ല. ഇവർക്ക് കേവലമായ രാഷ്ട്രീയം കളിക്കുവാൻ വേണ്ടിയിട്ട്, ഇവർക്ക് പാകിസ്ഥാനിൽ വാർത്ത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊപ്പഗണ്ട അജണ്ട സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇട്ടുകൊടുക്കലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും താങ്കൾ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തെ അല്ലെങ്കിൽ ഒരു പൊതുവികാരം സ്വാഭാവികമായും ഈ പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഒരു പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്നതാണ്. ആ നിലയിലുള്ള തിരിച്ചടി നൽകുമ്പോഴും ഇപ്പോഴും ആ ഭീകരരെ പിടികൂടാൻ സാധിക്കുന്നില്ല.
എന്നതൊക്കെ ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. എവിടെയാണ് ആ ഭീകരർ? അവർ ഇന്ത്യയിൽ തന്നെ തുടരുകയാണോ, അല്ലെങ്കിൽ അവർ രാജ്യം വിട്ടുപോയോ? ഇത്തരം പല ചോദ്യങ്ങളും ഉയരുക സ്വാഭാവികമല്ലേ ശ്രീ ശ്യാം? അതേലും പറയണ്ടേ? പിടിക്കണ്ട, പോയെന്നും പറയണ്ട. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയട്ടെ. ശ്യാം പറയട്ടെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് എന്റെ ടൈമല്ല, ഞാൻ പറയട്ടെ. കോൺഗ്രസ്സുകാർ മൊത്തം ഇങ്ങനെ വന്നിട്ട് ചർച്ച അലമ്പാക്കല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിൽ പറയൂ. പറഞ്ഞോളൂ. നിങ്ങൾക്ക് സമയം കിട്ടില്ലേ? 1 മണിക്കൂർ ചർച്ചയല്ലേ? എന്നെ നിങ്ങളെയൊക്കെ ചർച്ച ചെയ്യാൻ വിളിച്ചല്ലേ? നിങ്ങൾക്ക് സമയം കിട്ടില്ല. പറയുന്ന നിങ്ങള് പറയൂ ശ്യാം. നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കല്ലേ? ഒരു പ്രശ്നമില്ല. ബഹളം വയ്ക്കല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടി പേടിയുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ ഈ ഒരു ചർച്ച ശാന്തമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് എതിരെ വരും. നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് ഇത് പ്രേക്ഷകർ നിങ്ങൾക്ക് എതിരെ പറയും. നിങ്ങൾക്ക് പേടിയുണ്ടോ? വസന്ത്, താങ്കളുടെ സംശയമാണ് ഞാൻ ശ്യാമിനോട് ചോദിച്ചത്. വസന്ത്, ഞാൻ പറയട്ടെ, കേൾക്കുന്നേ നിങ്ങൾ. ഇത് എന്റെ സമയമാണെന്നേ. നിങ്ങൾക്ക് എന്താ പേടിയുണ്ടോ? ഞാൻ ശരി, നമുക്ക് 2 അതിഥികൾ കൂടിയുണ്ട്. കേൾക്കാൻ പേടിയുണ്ടോ? ഉത്തരങ്ങൾക്ക് മറുപടി ഇല്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇങ്ങനെ പേടിക്കല്ലേ? പറയൂ. ഇങ്ങനെ കോൺഗ്രസ്സുകാർ വന്നിട്ട് ഇങ്ങനെ പേടിക്കല്ലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഇതല്ലേ ചർച്ചയല്ല. നിങ്ങൾ ജനാധിപത്യം വസന്ത് നിർത്തി. ശ്യാമിന് തുടരാം. കയ്യിലിരിക്കട്ടെന്ന്. അതേ പറയാനുള്ളൂ. അല്ല, ഒന്ന് ഞാൻ പറയാനുള്ളൂ. ഇതൊന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു ചർച്ചയാണെങ്കിൽ അതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള സമയത്തൊന്നും മിണ്ടായിരിക്കാനുള്ള മര്യാദയാക്കണം. ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ ഉത്തരമില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ചർച്ച ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളിലേക്ക് എത്തുന്ന വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള വസന്തിലേക്ക് വരാം. ചർച്ച ഏപ്രിൽ 22 കഴിഞ്ഞു, 1 മാസമാകുന്നു. നിങ്ങൾക്ക് എന്താ? ശ്യാം, ദയവായി വസന്തിനെ വിട്ടേക്കൂ. എന്റെ ചോദ്യത്തിലേക്ക് വരൂ. 2 കാര്യങ്ങളിലാണ് എനിക്ക് സംശയം. ഒന്ന് കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് പഹൽഗാം പോലെ ഒരു പ്രദേശം. നമുക്കറിയാം ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം ഇത്തരം ഒരു മേഖലയിൽ എന്തുകൊണ്ട് കൃത്യമായി സുരക്ഷാ സംവിധാനം ഉണ്ടായില്ല? രണ്ടാമത്തെ സംശയം എന്നത്, എവിടെയാണ് ഭീകരവാദികൾ എന്നതിന് വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഞാൻ 2 ചോദ്യത്തിന് ഞാൻ ഉത്തരം. ഒന്ന്, ആ വസന്തിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാം. ഇത് ഞാൻ പറയുന്ന ജനങ്ങൾക്ക് കേൾക്കണമല്ലോ. ഒന്ന്, ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്തും കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കഴിഞ്ഞൊരു 20 വർഷത്തിനകത്ത് നിങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മുഴുവൻ തീവ്രവാദ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുക്ക്. ഇപ്പൊ ഇന്നലെ വരെ നോക്കൂ, ഇന്ത്യയിലെ നക്സൽ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് ഏകദേശം 2026 കൂടി ഇല്ലാതാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 11 വർഷത്തിനകത്ത് ജമ്മു കാശ്മീരിൽ ഒഴികെ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണം കുറിച്ചിട്ട് നിങ്ങൾ പറയും. ഞാനൊരു ലിസ്റ്റ് എടുത്ത് ഞാൻ തരട്ടെ. 2008 മുംബൈ ഭീകരാക്രമണം എവിടെയായിരുന്നു? ആ 166-160 പേര് വരുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊന്നപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഈ തീവ്രവാദികൾ എവിടെ നിന്നായിരുന്നു വന്നത്? അതിനു മുമ്പ് 2005 ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങൾ, ഇരട്ട മൾട്ടിപ്പിൾ സ്ഫോടനങ്ങൾ, അതിന് ആരെങ്കിലും പിടിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് ഇതുവരെ എന്തെങ്കിലും തിരിച്ചടിക്കാനോ പിടിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, 2013 ഹൈദരാബാദിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങൾ, അതിൽ എത്ര പേർ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലഘട്ടത്തിലെ ഒരു ഡസൻ സ്ഫോടനങ്ങൾ നടന്ന ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. മുംബൈയിൽ 2006 നടന്നിട്ടുള്ള ട്രെയിനിൽ നടന്നിട്ടുള്ള മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ്, 11 മിനിറ്റ് കൊണ്ട് ഏകദേശം 7 ട്രെയിനിനകത്തു എന്റെ ഓർമ്മ ശരിയാണ് 200-ലധികം വരുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്താ, ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അപ്പോൾ ഇതിനൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല. ഇതിനൊന്നും ഒരു ഉത്തരവ് ഇവർ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഞാൻ ആവർത്തിക്കുന്നത് കൊണ്ടല്ല, പക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്താണ് പറഞ്ഞത്? പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിയാൽ അവരുടെ പുരുകത്തിനിടയിൽ തുളവീഴും എന്നാണ്. അപ്പോൾ അങ്ങനെ സംഘമായി തീവ്രവാദികൾ എത്തി. അതിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഇന്ത്യക്ക് ബോധ്യമുണ്ട്. 26 പേരെ അവർ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നു. അതിനുശേഷം അവരെവിടേക്ക് പോയി? എന്ത് സംഭവിച്ചു? പിഴവുണ്ടായോ? സുരക്ഷാ പിഴവുണ്ടായോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായി നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലല്ലേ തുടരുന്നത്. അവിടെ പിഴവുണ്ടായി എങ്കിൽ അതിന് കുറ്റപ്പെടുത്തൽ എന്നുള്ളതല്ലല്ലോ. അത് എന്താണ് സംഭവിച്ചത് എന്ന സാമാന്യമായ ചോദ്യം മാത്രമാണ്. താങ്കൾ സൂചിപ്പിക്കുന്നത് ശരിയാണ്. ഭീകരവാദികൾ എല്ലാവരും ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞല്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അല്ല
അല്ല അതല്ലെന്നേ, അത് മാത്രമല്ല അഭിലാഷ്, ഇതിന്റെ നിങ്ങളൊരു ലാർജ് സ്കെയിലിൽ നിങ്ങളെ കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, 5 പേര് വന്നിട്ട് നമ്മുടെ 26 പേരെ നിഷ്ഠൂരം ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് കടന്നു കളഞ്ഞു, ഇല്ലാതാക്കിയിട്ട് കടന്നു കളഞ്ഞു. തിരിച്ചെന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ 5 പേര് 5 തീവ്രവാദികളെ ആരാണോ പറഞ്ഞു വിട്ടത് അവരെയും അതോടൊപ്പം തന്നെ അവരുടെ കേന്ദ്രങ്ങളുമടക്കം പൂർണ്ണമായിട്ട് തകർത്ത് കല്ലുമ്മേ കല്ല് അവശേഷിക്കാതെ ഇല്ലാതാക്കി കളഞ്ഞിട്ടില്ലേ? നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു. 100-ലധികം വരുന്ന തീവ്രവാദികൾ, മസൂദ് അസറിന്റെ സഹോദരനടക്കമുള്ള അവരുടെ കമാൻഡർ അടക്കമുള്ള അസർ റൌഫ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദികൾ, എത്ര പേരെയാണ് നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത്? ഈ പഹൽഗാം ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളും അവരെ പറഞ്ഞു വിട്ട ആളുകളും അവരുടെ കേന്ദ്രങ്ങളടക്കം മുഴുവൻ നമ്മൾ തച്ചു തകർത്ത് കളഞ്ഞു. ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കലാണ്. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല, 100 ദിവസം കഴിഞ്ഞ് 200 ദിവസം കഴിഞ്ഞിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് അക്രമികളെ പിടിച്ചിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവിനെ പോലെ സംസാരിക്കരുത്. കാരണം ഞാൻ വക്താവൊന്നുമായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ സംശയം സ്വാഭാവികമായും കോൺഗ്രസ് എന്നത് ഈ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു കാര്യം പറയൂ. അല്ല, നിങ്ങൾക്ക് വാദിക്കാം, അതിന് തെറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ധൈര്യപ്പെടാത്ത രീതിയിൽ ഒന്ന് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിൽ ഇരുന്ന കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ കയറി അടിച്ചു എന്ന് ആദ്യമായിട്ടാണോ? സർജിക്കൽ സ്ട്രൈക്ക്, എയർ സ്ട്രൈക്ക്. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ സംഭവിച്ചത്? പാകിസ്ഥാനിന്റെ ഉള്ളിൽ കയറിയല്ല 4 ഭീകര കേന്ദ്രങ്ങൾ, നമ്മൾ ബഹാവൽപൂരിലെയും മുറിദ്കയിലും അടക്കമുള്ള കേന്ദ്രങ്ങൾ നമ്മൾ തച്ചു തകർത്ത് കളഞ്ഞത്. ഇങ്ങനെയൊരു സംഭവം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനെന്താണ് നിങ്ങൾ വില കുറച്ച് കാണുന്നത്? അപ്പോ ഈ തീവ്രവാദികളെ പറഞ്ഞു വിട്ടവരെയും അവരുടെ കേന്ദ്രങ്ങളെയും നാം തകർത്തടച്ച് നശിപ്പിച്ചിട്ട് തന്നെയുണ്ട്. അത് മാത്രമല്ല, അവരെ വളർത്തുന്ന പാക് സൈന്യത്തോടും പാക് എന്ന് പറയുന്ന സ്റ്റേറ്റിനോട് നാം പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊരു ആക്രമണം എന്ന് പറയുന്നത്, ഇനിയൊരു തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത് ഒരു യുദ്ധമായി തന്നെ ഞങ്ങൾ കൺസിഡർ ചെയ്യും. അതിനകത്ത് കൂട്ടി എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവർ വലയിലാവുക തന്നെ ചെയ്യും. ഒന്നെങ്കിൽ ജീവനോടെയോ ജീവനില്ലാതെയോ വലയിലാവുക തന്നെ ചെയ്യും. അതിന് പക്ഷേ കോൺഗ്രസ് പാർട്ടി പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നതല്ല. ഇപ്പൊ പിടിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇവരുടെ നിലപാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം ഈ പഹൽഗാം വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തിരിച്ചടിക്കുന്നില്ല, എന്താണ് ചെയ്യാത്തത്? തിരിച്ചടിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞത്? യുദ്ധത്തിലോട്ട് പോകരുത്. ഇനി സീസ് ഫയറിംഗ് നടന്നപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? അയ്യോ, സീസ് ഫയറിംഗ് നടത്തി. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയണം. അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് ഈ ഒരു ചോദ്യത്തിന് തന്നെ ഇപ്പൊ 22 ദിവസമാണ് ആയിട്ടുള്ളൂ. അവരെ പിടിക്കും. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ലെന്നേ. എന്തായാലും 1 മാസം ആയി എന്നുള്ളതാണ്. ഈ 1 മാസമായിട്ടും എന്തുകൊണ്ട് പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന സാമാന്യമായ സംശയം. ഞാൻ വരാം. ശ്രീ വസന്ത്, ശ്യാമിന്റെ മറുപടിയിൽ താങ്കൾ തൃപ്തനാണോ? മാത്രവുമല്ലല്ലോ, ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നത് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാകിസ്ഥാനിൽ ഈ അജ്ഞാതരുടെ വെടിയേറ്റ് ചില തീവ്രവാദികളൊക്കെ മരിച്ച സംഭവമൊക്കെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെടുന്നു. ലഷ്കർ ഇ തോബയുടെ സഹസ്ഥാപകനായ ആമിർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് എന്നൊന്നും പറയാൻ പാകിസ്ഥാനും തയ്യാറാകുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. പക്ഷേ ഈ തീവ്രവാദം ഇന്ത്യയിലേക്ക് നടത്താൻ പ്രേരിപ്പിക്കുകയും അതിന് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്നവർ മരിക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അതിപ്പോൾ ആരെന്നൊന്നും എനിക്കും സാങ്കേതികമായി പറയാൻ സാധിക്കില്ല. അപ്പോൾ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അതിൻ്റെ വേരറുക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതൊരു പരിധിവരെയെങ്കിലും മുന്നോട്ട് പോകുന്നില്ലേ വസന്ത്? അല്ല, അതിന് ആരാണെങ്കിലും നല്ല കാര്യം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങ് ശ്യാംരാജിന് കൊടുത്ത അത്ര സമയം തന്നില്ലെങ്കിലും കുറച്ച് സമയം എനിക്ക് തരണം. കാര്യം ശ്യാമിന് എണ്ണി ഉത്തരം പറയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്യാംരാജ്, ഞാൻ ഇടപെട്ടത് അങ്ങ് കോൺഗ്രസിനെ മുഴുവൻ അങ്ങ് പാകിസ്ഥാൻ അച്ചാരം വാങ്ങുന്നവർ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് ഇടപെടുക തന്നെ ചെയ്യും. കാര്യം അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇടപെടില്ല, പക്ഷെ ഞങ്ങൾക്ക് അതുള്ളതുകൊണ്ട് ഇടപെട്ട് പോകും. 2, അദ്ദേഹം കോൺഗ്രസ് ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസിനെ ഇവർ പാകിസ്ഥാനാക്കും. ആങ്കർ ചോദ്യം ചോദിച്ചാൽ ആങ്കറിനെ ഇയാൾ കോൺഗ്രസ് ആക്കും. അതാണ് ഇവരുടെ പരിപാടി. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരെ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഇവർ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട ശ്യാംരാജ് തന്നെ മുംബൈ ഭീകരാക്രമണം എടുത്തിട്ടുണ്ട്. ഞാൻ പറയാവുന്നേ, ശ്യാംരാജ് എന്താ പറഞ്ഞത്? ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇതേ കാര്യം പറഞ്ഞിരുന്നു, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. നവംബർ 26-ാം തീയതി അവിടെ ആക്രമണം ഉണ്ടാകുന്നു. 29-ാം തീയതി ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈന്യം, നമ്മുടെ കമാൻഡോസ് അവിടെ ഇതേ തീവ്രവാദികളുമായി ഏറ്റുമുട്ടുമ്പോൾ നെഞ്ചിക്ക് നെഞ്ച് നേരിട്ട് നിന്ന് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
നവംബർ 29 ഗുജറാത്തിലെ പത്രങ്ങളിൽ മുഴുവൻ സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഇത് സർക്കാരിന്റെ വലിയ പരാജയമാണെന്നും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് പരസ്യം ചെയ്ത ആളുടെ പേരറിയാമോ? നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്ന അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നവംബർ 30 നമ്മുടെ അവിടുത്തെ ഓപ്പറേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് കമാൻഡോസ് അവിടെ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെത്തി വാർത്താ സമ്മേളനം നടത്തിയ ആളുടെ പേര് ഇതേ നരേന്ദ്രമോദി എന്നാണ്. അന്ന് LK അദ്വാനിയും സുഷമ സ്വരാജും അടക്കമുള്ള നേതാക്കൾ സംയമനം പാലിച്ചപ്പോഴും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്തും അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം പറയുന്നത് പോലും കേൾക്കാതെ അന്ന് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി കച്ച കെട്ടി ഇറങ്ങിയ ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. അപ്പോ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ നന്നാവും. പിന്നെ അദ്ദേഹം ചോദിച്ചത് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്തു എന്നാണ്. ആ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്, നിങ്ങളുടെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്, എടുത്തൊന്ന് പഠിക്കണം. അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട്. എന്താ പൊളിറ്റിക്കൽ ഡിസിഷൻ? ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള അന്നത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു. ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് രാജിവെച്ചു. ആ ധാർമ്മിക ഉത്തരവാദിത്വം ഇന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം വാങ്ങുന്നു, ഞങ്ങൾ ചൈനയിൽ നിന്ന് അച്ചാരം വാങ്ങുന്നു, ഞങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോഴേ അങ്ങ് പേടിയാകും. ഞങ്ങൾക്കല്ലെന്നേ, അമേരിക്കയുടെ അച്ചാരം വാങ്ങി, അമേരിക്കയുടെ ഓശാനം വാങ്ങി, അമേരിക്ക എന്ന് എഴുതി കാണിച്ചാൽ, വെള്ള പേപ്പറിൽ എഴുതി കാണിച്ചാൽ കാൽമുട്ട് തമ്മിൽ കൂട്ടിയിടിച്ച് പേടിക്കുന്നത് നിങ്ങളാണ് ശ്യാമരാജെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതാണ് സോഫിയ ഖുറേഷിക്കെതിരെ BJP മന്ത്രി അസഭ്യം പുലഭ്യം പറഞ്ഞപ്പോ അദ്ദേഹം നിയമ നടപടി നേരിടുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഈ നിയമ നടപടി നേരിടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും ഓശാരമല്ല, നിങ്ങളുടെ കനിവല്ല, കരുണയല്ല. അത് ഈ രാജ്യത്തെ നിയമമാണ്, ഈ രാജ്യത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. പക്ഷെ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം സമ്മാനിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ആയിട്ടാണ് അയാൾ നിയമ നടപടി നേരിടുന്നത്. അത് നിങ്ങൾ നേരിടണ്ടെന്ന് പറഞ്ഞാലും നേരിട്ടേ മതിയാവുകയുള്ളൂ. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പോലും സർക്കാരിനെതിരായി ഒരു വാക്ക് പറയരുത്, സോഷ്യൽ മീഡിയയിൽ പോലും പറയരുത് എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ, എന്ന് ഞങ്ങളുടെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വരെ ഡയറക്ഷൻ ഇറക്കിയ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? പച്ചയ്ക്ക് വൃത്തികേട്, വർഗീയത, അസഭ്യം, പുലഭ്യം. ഈ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും അഭിമാനപുത്രി എന്ന് നമ്മൾ പറയുന്ന സോഫിയ ഖുറേഷിയെ പറ്റി പറഞ്ഞ BJP മന്ത്രിയെ ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തു പോലും, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണ്ട, BJP പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്താൻ പോലും മര്യാദ കാണിക്കാത്ത നിങ്ങൾ അവിടെ നിൽക്കുന്നു. അത് രാജ്യം ചർച്ച ചെയ്യും, ചോദ്യം ചെയ്യും. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി 10 സെക്കൻഡ് നിർത്തിയേക്കാം അഭിലാഷ്. എന്നിലേക്ക് ഇനി വരണ്ട. അദ്ദേഹത്തോട് ഈ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചാൽ മതി. അതായത് 22 ദിവസം 23 ദിവസം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, 1 മാസമായി ആക്രമണം ഉണ്ടായിട്ട്. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ പ്രതികളെ പിടിച്ചോ എന്നല്ല ഞങ്ങളുടെ ചോദ്യം. ആ പ്രതികൾ ആരൊക്കെയാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന്, ആ പ്രതികൾ ഏത് മാർഗം കടന്നു വന്നു, അവിടെ ഏത് വഴിയിലാണ് അവർ കടന്നു വന്നത്, അത്തരം കാര്യങ്ങളിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചോദ്യം 2. ചോദ്യം 3, ആരൊക്കെയാണ് പ്രതികൾ എന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ചോദ്യം 3. ചോദ്യം 4, ആ പ്രതികൾ രാജ്യം വിട്ടു പോയിട്ടുണ്ടോ ഇല്ലയോ? ഇത് ഇന്റലിജൻസ് സംബന്ധമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞത് പാർലമെന്റിലെങ്കിലും ഉത്തരം പറയാനുള്ള ആർജവം കാണിക്കണം എന്നേ ഉള്ളൂ. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്, ഒരു ഭാഗത്ത് ഇത് രാഷ്ട്രീയമായി വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും ചില വസ്തുതകളായി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഈ തീവ്രവാദികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ തീവ്രവാദികൾ പിടികൊടുക്കാൻ വരുന്നവരല്ല, അല്ലെങ്കിൽ അവർ ചാവേർ ആക്രമണമായിരുന്നു നടത്തുന്നത് എങ്കിൽ അറിയാം. ഇതിപ്പോൾ ആ സ്വഭാവമല്ല. അതോടൊപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചു പാകിസ്ഥാനിൽ വന്നിട്ടുള്ള മാറ്റം. അവിടെ ഇതാ വീണ്ടും ഈ ഇന്ത്യ വിരുദ്ധതയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണല്ലോ അവിടുത്തെ അസീം മുനീറിന് പുതിയ പദവി അടക്കം നൽകുമ്പോൾ വ്യക്തമാകുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ ഈ നയതന്ത്ര യുദ്ധമടക്കം നേരത്തെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിച്ചതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളുടെ അടക്കം പിന്തുണയൊക്കെ തേടാൻ ശ്രമിക്കുമ്പോഴും ഇനിയും പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കരുത്തായ ആക്രമണങ്ങളെയോ കടന്നുകയറ്റങ്ങളെയോ ഒക്കെയാണോ താങ്കളുടെ നിരീക്ഷണത്തിൽ? തീർച്ചയായിട്ടും അതെ. കാരണം പാകിസ്ഥാൻ ക്രോസ് ബോർഡർ ടെററിസം എന്തിനാ നടത്തുന്നത്? അത് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. ഒന്ന്. രണ്ടാമത്, 1970-കളിൽ പാക് സൈന്യം സ്വീകരിച്ച നയം ഇന്ത്യയോട് നേരിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. അതാണ് 1000 കട്ട്സ് ഡോക്ട്രിൻ എന്നറിയപ്പെടുന്ന സിദ്ധാന്തം. ഭീകരത, ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഭീകരതയായിരിക്കും ആയുധം. ആ ഭീകരത എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ അവരുടെ സൈന്യത്തിന്റെ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ പാക് സൈന്യം ഇന്ത്യക്കെതിരെ പോരാടുന്നത്
നേരിട്ടുള്ള യുദ്ധത്തിലായിരിക്കില്ല, മറിച്ച് ഭീകരതയിലൂടെ ആയിരിക്കും. അപ്പോൾ ഭീകരത എന്നുള്ളത് ഒരു സൈനിക തന്ത്രമായും ഒരു പോരാട്ട രീതിയായിട്ടും പാകിസ്ഥാൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നു. അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പൊ ആ ഡോക്ട്രിനിൽ പാകിസ്ഥാൻ സൈന്യം മാറ്റം വരുത്താത്തിടത്ത കാലത്തോളം ഇനിയും ക്രോസ് ബോർഡർ ടെററിസം ഉണ്ടാകും. ഇന്ത്യയിലേക്ക് അവർ ഭീകരവാദികളെ കയറ്റി അയക്കുകയും ചെയ്യും. അതിലൊരു സംശയവുമില്ല. അതേസമയം ഒരു പ്രകടമായ കാര്യം ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വളരെ ഗുണകരമായി വന്ന ഒന്നായിരുന്നു 2001 അമേരിക്ക പ്രഖ്യാപിച്ച ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം. അതേസമയം 2012 അബോട്ടാബാദിൽ വെച്ച് ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തിയോടുകൂടി അമേരിക്ക അതിനോട് പിന്നീട് ഒരു മൃദു സമീപനം സ്വീകരിച്ചു. 2021 തലിബാനിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങി അവിടെ തലിബാനെ വീണ്ടും അധികാരം ഏൽപ്പിച്ചതോടുകൂടി ഏറെക്കുറെ ഈ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് അമേരിക്ക മെല്ലെ പിന്മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴാകട്ടെ സിറിയയിൽ ഭീകരപ്രവർത്തനത്തിലൂടെ അധികാരം പിടിച്ച അഹമ്മദ് അൽ ഷാറയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിക്കുന്ന കാഴ്ച അത്ഭുതത്തോടുകൂടിയല്ലേ നമ്മൾ കണ്ടത്. അദ്ദേഹം അൽ ഖ്വയ്ദയുടെ ഭീകരനായിരുന്നു. അദ്ദേഹത്തിന്റെ HTS എന്ന് പറയുന്ന സംഘടന അത് ഇപ്പോഴും ഭീകര പട്ടികയിലുള്ള സംഘടനയാണ്. അവര് ഡെമാസ്കസ് പിടിച്ചതിന് ശേഷം മാത്രമാണ് അവരെ ഇപ്പൊ താൽക്കാലിക ഉപരോധങ്ങളൊക്കെ നീക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. അപ്പോൾ ഈ ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഈ മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതിന്റെ യുദ്ധം നേരിട്ട് തന്നെ നടത്തണം. ഒരു ലോകത്തിന് ഒരു സഹായമില്ലാതെ യുദ്ധം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യക്കുണ്ട്. അത് ഇന്ത്യ നേടിയിട്ടുള്ള ഏറ്റവും വലിയ വിജയം 1999 കാർഗിൽ യുദ്ധ വിജയമാണെന്ന് ഞാൻ പറയും. കാരണം കാർഗിൽ യുദ്ധ വിജയത്തിന്റെ കാലത്ത് ആരും ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അമേരിക്കയില്ല, ചൈനയില്ല, റഷ്യ പോലും ഇല്ല എന്ന് കാണണം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ റഷ്യ നേരിട്ട്, സോവിയറ്റ് യൂണിയൻ ആണെന്ന്, റഷ്യയല്ല സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഭാഗത്ത് അടിയുറച്ചു നിന്നു. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഇന്ത്യ ആക്രമിക്കായിരുന്നു. പക്ഷെ 1999 കാർഗിൽ ക്രൈസിസിന്റെ കാലത്ത് റഷ്യ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ നേടില്ലായിരുന്നു. അമേരിക്കയുടെ ഒരു ആശ്രിത രാജ്യമായിട്ട് പാകിസ്ഥാൻ നിൽക്കുകയാണ്. ചൈനയുടെ പിന്തുണ പാകിസ്ഥാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. നമുക്ക് ആ യുദ്ധത്തിൽ വിജയം നേടിയെങ്കിൽ 2025 പിന്നെ എന്ത് പേടിക്കാനാ? അതുകൊണ്ട് ആഗോള തലത്തിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്കും ഒരു കൾച്ചറൽ സൂപ്പർ പവർ എന്ന നിലയിലും ഇന്ത്യയുടെ നയം നമ്മൾ വിശദീകരിക്കണം. പക്ഷേ നമ്മുടെ യുദ്ധം നമ്മൾ തന്നെ നടത്തേണ്ടി വരും. ഇന്ത്യയുടെ യുദ്ധം ഇന്ത്യ തന്നെ നടത്തേണ്ടി വരും. വേറെ ഒരു രാജ്യവും അതിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു റിയാലിറ്റിയോട് പോസിറ്റീവായി സംവദിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്കും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ. ഡോക്ടർ മോഹൻ വർഗീസ്, അതാണോ ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിലൊക്കെ അത്തരം ചില ധ്വനികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു? കാരണം ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറായാൽ അതിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പാകിസ്ഥാന് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധം എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ വിൻസെന്റ് സാറ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ അസീം മുനീറിന് പകരം അല്ലെങ്കിൽ ഷഹബാസിന് പകരം ഇമ്രാൻഖാൻ വന്നാലും ഇമ്രാൻഖാൻ്റെ അനുയായിയെ അസീം മുനീറിന് പകരം അവിടെ പ്രതിഷ്ഠിച്ചാലും ഒന്നും വലിയ മാറ്റമൊന്നും ഇന്ത്യയോടുള്ള സമീപനത്തിൽ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിനോ സൈന്യത്തിനോ ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ശ്രീ അഭിലാഷ്, പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായ DNA-യിൽ, ജനിതക ഘടനയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അത് അവരെ പ്രസ്താവനകളിലൂടെ പ്രവൃത്തിയിലൂടെ കാട്ടുകയാണ്. നോക്കൂ, പരാജയപ്പെട്ട ഒരു സൈനിക ജനറലിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പെർപെച്വേറ്റർ ഓഫ് വയലൻസ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായും നേരിട്ടുള്ള അറിവ് ഇതിൻ്റെ പിന്നിലുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുണ്ട്. അതിൻ്റെ രീതി ശാസ്ത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ മതം ചോദിച്ചുകൊണ്ട് ഈ 26 പേരെ വെട്ടിവെച്ച് കൊല്ലുന്നു എന്ന് പറയുമ്പോൾ എന്താണോ പാകിസ്ഥാൻ മിലിറ്ററി ജനറലിൻ്റെ മനസ്സിലൂടെ പോകുന്നൊരു ചിന്താധാര, അത് കൃത്യമായി തീവ്രവാദികളെ കൊണ്ട് പ്രവൃത്തിയിൽ എത്തിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എങ്കിൽ ഓപ്പറേഷണൽ ഡൈനാമിക്സിൽ ആർമിയും ഭീകര സംഘടനകളും ISIയും ഗവൺമെൻറ്റും എല്ലാം ദേ ആർ ഓൾ ഓൺ ദ സെയിം പേജ്. അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. നോക്കൂ, പാകിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതീവ പ്രകോപനപരമായ കാര്യങ്ങളാണ്. ആണവായുധങ്ങളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള ജൽപ്പനങ്ങൾ നമ്മൾ കണ്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഒരു സ്ട്രൈക്കാണ്. അതിന് പിന്നെ ഒരു വാഗ്ധോരണയ്ക്കിടയിൽ ഒരിക്കൽ പോലും ആണവായുധം എന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല.
അതുകൊണ്ട് ഇന്ത്യ പക്ഷേ അത് വ്യക്തമായി ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നൗ വി ഹാവ് ചേഞ്ച്ഡ് the policy. We are going to strike no matter whether the terror attack happens or army attack. ഈ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ വലിയൊരു മാറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാൻ അടിസ്ഥാനപരമായി മാറാൻ തയ്യാറല്ല എങ്കിൽ ഇന്ത്യ പുതിയ പന്ഥാവ് വെട്ടിത്തുറക്കും. ഇവിടെ ലോകരാജ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെ അവരുടെ പാടാണ്, ഇന്ത്യക്ക് നന്നായി അറിയാം. ഇവിടെ ന്യൂ നോർമലിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ, തനിക്ക് താനും പൂരയ്ക്ക് തൂണും. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ പ്രതിരോധശേഷി, നമ്മുടെ സെക്യൂരിറ്റി പാരഡൈം നമ്മൾ നോക്കിയില്ല എങ്കിൽ, അതത് രാജ്യങ്ങൾ നോക്കിയില്ല എങ്കിൽ മറ്റാരെയും നമ്പി നമ്മുടെ വിദേശ നയമോ നമ്മുടെ പ്രതിരോധ പോളിസിയോ പറ്റില്ല എന്നത് വ്യക്തമായി ഇന്ത്യക്കറിയാം. ശ്രീ ശ്യാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയാകുന്നതോടുകൂടി ലോകരാഷ്ട്രങ്ങളുടെ നിലപാടിൽ ഒരു പ്രകടമായ മാറ്റമുണ്ടാകും എന്ന് BJPയോ കേന്ദ്രമോ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോക ചരിത്രത്തിലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒരു ടീമിനാണ് ഇങ്ങനെ ഈ 32ഓളം വരുന്ന രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഈ ഏകദേശം ഒന്ന് പാകിസ്ഥാനിലെ ഈ തീവ്രവാദത്തിനെ നമ്മൾ ജനങ്ങളിലേക്ക്, ഇതര രാജ്യങ്ങളിലേക്ക് നമ്മൾ അതിനെ തുറന്നു കാണിക്കുക. ഇനി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് നമ്മൾ തുറന്നു കാണിക്കുക. ഈ ചർച്ചയിലുടനീളം നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ന്യൂട്രൽ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കലാണ്. നോക്കൂ, ഈ ഒരു പഹൽഗാം വിഷയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ ഏതെങ്കിലും രാജ്യം പൂർണ്ണമായിട്ട് ഈ ഒരു ലോകക്രമം തന്നെ മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യത്തിന് പിന്നാലെ മറ്റെല്ലാ രാജ്യങ്ങളും അണിനിരക്കും എന്നൊന്നും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ റഷ്യ ഉക്രൈനും അതോടൊപ്പം തന്നെ ഇസ്രായേല് പാലസ്തീനൊക്കെ തമ്മിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലവിലെ ഈ ഒരു മാറിയ ലോകക്രമത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ പിടിച്ചു പറ്റാൻ എന്താണോ വേണ്ടത് അത് ചെയ്യുക തന്നെ ചെയ്യും. വലിയ വിജയമായിട്ട് വരികയും ചെയ്യും. അതിനപ്പുറത്തേക്ക് നാം നമ്മുടെ കാര്യം നോക്കി നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. മൂലമാണ് അവസാനിപ്പിക്കുന്നത്. ശ്രീശാം, എന്തായാലും ഈ പാകിസ്ഥാനെതിരായ നയതന്ത്ര യുദ്ധവും ഇന്ത്യ വിജയിക്കുമോ എന്നാണ് ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത്. 95% പ്രേക്ഷകരും വിജയിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എതിർ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കേവലം 5% ആളുകൾ മാത്രമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.